ഫുഡി ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ മട്ടൻ്റെ ബോൺസ് വെച്ചിട്ട് ഒരു ഒഴിച്ചുകറീൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത് കേട്ടോ. ഇതിനു വേണ്ടി ഞാൻ കുറച്ച് മട്ടൻ എടുത്തിട്ടുണ്ട്, ബോൺസ് ഉള്ളത്. അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, അതുപോലെ 4 ടീസ്പൂൺ മല്ലിപ്പൊടിയും, 1 ടീസ്പൂൺ ഗരം മസാല, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, വലിയ ജീരകം, പിന്നെ ഉപ്പും ചേർത്ത് ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നെ അതോടെ 1 ഗ്ലാസ് വെള്ളം തന്നെ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് ഒരു 6-7 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കണം. അപ്പോഴേ മട്ടൻ്റെ ബോൺസിൽ നിന്ന് അതിലുള്ള ഇറച്ചിയൊക്കെ സെപ്പറേറ്റ് ആയിട്ട് വരുള്ളൂ. ഞാനിതിന് 7-8 വിസിൽ അടുപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഇവിടെ മട്ടൻ വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് ചേർക്കാനുണ്ട്. ഉരുളക്കിഴങ്ങ്, അതുപോലെ ചെറിയ ഉള്ളി, വലിയ ഉള്ളി, തക്കാളി. ഇതൊക്കെ നമുക്ക് കറിക്ക് എത്ര മട്ടൺ ഉണ്ടോ അതിനനുസരിച്ച് വേണം എടുക്കാനായിട്ട് കേട്ടോ. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം എത്ര എടുത്തിട്ടുണ്ട് എന്നുള്ളത്. ഇതെല്ലാം കൂടെ ഒന്ന് ഇട്ട് മിക്സ് ചെയ്ത് ഒരു 2 വിസിൽ കൂടെ അടുപ്പിച്ചെടുക്കണം. 2 വിസിൽ അടിച്ചു വരുമ്പോൾ തന്നെ ഇത് മാക്സിമം വെന്തിട്ടുണ്ടാവും കേട്ടോ. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു അരപ്പാണ് കേട്ടോ. ഒന്നുമില്ല, വെറുതെ തേങ്ങ, 1 മുറി തേങ്ങ, അത് നല്ല പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുത്ത് ഇതിലേക്ക് ചേർക്കണം. അപ്പോൾ ഞാൻ ഈ കുക്കറിൽ നിന്ന് ഇത് മാറ്റുന്നുണ്ട്, വേറൊരു പാത്രത്തിലേക്ക് മാറ്റി ഒന്നും കൂടെ തിളപ്പിച്ചെടുക്കുന്നുണ്ട്. എന്നതിന് ശേഷമാണ് തേങ്ങ അരപ്പ് ചേർക്കുന്നത്. അരപ്പും കൂടെ ചേർത്ത് കുറച്ചൊരു 5-10 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കണം. ആ തേങ്ങ അതിൽ കിടന്ന് വെന്ത് അതിനുള്ള വെളിച്ചെണ്ണയൊക്കെ തെളിയുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്യണം. പിന്നെ നമുക്കിതൊന്ന് താളിച്ചൊഴിക്കണം. അതിന് വേണ്ടി ഇത് ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു സബോളൻ്റെ ചെറിയ കഷ്ണം അതൊന്ന് ചെറുതാക്കി അരിഞ്ഞതും, പിന്നെ വെളിച്ചെണ്ണയിലേക്കാണ് കേട്ടോ. ഇനി കുറച്ച് കറിവേപ്പില ഇട്ട്, കുരുമുളക് വേണമെങ്കിൽ ഇടാം, കറിവേപ്പില ഇട്ടൊന്ന് പൊട്ടിച്ച് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇത്രയേ ഉള്ളൂ. നമുക്ക് ചോറിനും ചപ്പാത്തിക്കും ഒക്കെ ഉപയോഗിക്കാം കേട്ടോ. നല്ല ടേസ്റ്റിയാണ്, എളുപ്പത്തിലൊരു കറിയുമാണ്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ഫുഡി ടോക്ക് ആൻഡ് സപ്പോർട്ട് മീ.